ചെമ്മീൻ പാറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചട്ടിയിലിട്ട് വറക്കാം. വറുത്തെടുത്ത ഉണക്ക ചെമ്മീൻ ഇനി മുറത്തിലിട്ട് ഈ ചിരട്ടയും കൊണ്ട് ഇങ്ങനെ ഒതുക്കിയെടുക്കാം. അപ്പോൾ ഈ ചെമ്മീൻ്റെ മുള്ളും തലയും വാലും കാലും എല്ലാം സെപ്പറേറ്റ് ആയി കിട്ടും. എന്നിട്ട് ഇതൊന്ന് പാറ്റിയിടും. വലിയ പ്ലാനിങ്ങും പദ്ധതി ഒന്നും തന്നെ ഇല്ലാതെ എടുക്കുന്ന ചെമ്മീനും പാവയ്ക്ക തോരൻ്റെ കുക്കിംഗ് വീഡിയോ ആണിത്. അതിൻ്റേതായ പോരായ്മകൾ ഈ വീഡിയോയ്ക്ക് ഉണ്ടാവും. ഈ തോരന് വേണ്ടിയിട്ട് ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാവയ്ക്ക വറയ്ക്കുന്ന രംഗമാണ് ഇത്. ഗൈസ്, നമുക്ക് 3 പാവയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. പാവയ്ക്ക പന്തലിൽ നിന്നും ബബിൻ സൈനിങ് ഓഫ്. ഈ പറിച്ചെടുത്ത പാവയ്ക്കേൻ്റെ കവർ നമ്മൾ ഇവിടെ തന്നെ ഇട്ടിട്ട് പോവാണ്. അത് എടുക്കുന്നില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പുതിയ പാവയ്ക്കൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. അത് ഈ കവർ വെച്ച് കെട്ടിക്കൊള്ളും. അങ്ങനെ പറിച്ചെടുത്ത പാവയ്ക്ക എൻ്റെ അമ്മയുടെ കയ്യിലേക്ക് കൈമാറുകയാണ്. ഇനി എല്ലാം അമ്മയുടെ കയ്യിലാണ്. ക്രോസ് സെക്ഷൻ ഓഫ് എ പാവയ്ക്ക അരിഞ്ഞ ഇത്രയും ഭംഗിയുണ്ടോ? പാവയ്ക്ക തോരൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം പാവയ്ക്കയുടെ കുരു കളഞ്ഞിട്ട് ആദ്യം ഇങ്ങനെ കുനുവിനാന്ന് അറിയണം. ഇനിയിപ്പോൾ കുരു കളയാതെ അരിയാൻ അറിയുന്നവർക്ക് അങ്ങനെ അറിയാം. നോ സീൻ. അറിയാലോ, ഈ അമ്മമാരൊക്കെ അരിയൽ പരിപാടിയിൽ പ്രോയായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കേ പോയില്ല. ആ സമയം ഞാൻ തേങ്ങയില്ലാത്തതുകൊണ്ട് തേങ്ങ പൊതിക്കാനായിട്ട് മാറി. ഞാൻ ഇത് ചൊല്ലിയാകണം, ഈ തേങ്ങ പൊതിക്കൽ അത്ര സുഖമുള്ള പരിപാടിയല്ല ഗൈസ്. ടോട്ടലി അൺറൊമാൻറ്റിക് ടാസ്ക്. അങ്ങനെ തേങ്ങ പൊതിച്ച് ചകിരിയെല്ലാം കളഞ്ഞ് നമുക്കൊരു മുക്കെണ്ണാൻ തേങ്ങ കിട്ടിയിരിക്കണം. ഒരു കഷ്ണം ചാടിപ്പി പറയാതിരിക്കാൻ വയ്യ. നല്ല മധുരമുള്ള വെള്ളമായിരുന്നു. ഇതിനി കൊത്തിയെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. ഇതുപോലെ. ഇനി സവാള അരിഞ്ഞെടുക്കാം. പാവയ്ക്ക സവാള അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുളക് ഒന്ന് ചെരിച്ച് നീളത്തിൽ കീറിയെടുക്കാം. ഇങ്ങനെ. ഈ വീഡിയോയിൽ ഗസ്റ്റ് അപ്പിയറൻസിൽ എത്തിയിരിക്കുന്നത് വാളംപുളിയാണ്. വാളംപുളി ഒരു പാത്രത്തിലേക്കിട്ട് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ പിഴിഞ്ഞെടുത്ത് വാളംപുളി വെള്ളം തയ്യാറാക്കിയെടുക്കണം. വാളംപുളി റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ചെമ്മീനി പണിയാം. ചെമ്മീൻ നന്നായി കഴുകിയെടുക്കണം. എന്നിട്ട് ഇങ്ങനെ ചട്ടിയിലേക്കിട്ട് അതിൻ്റെ കൂടെ കരിയാപ്പിലയും തേങ്ങ, പിന്നെ ഉപ്പ്, അതിന് പുറകെ മഞ്ഞൾപ്പൊടിയും, പിന്നെ നമ്മൾ നേരത്തെ കഴുകി വെച്ച വാളംപുളീൻ്റെ വെള്ളം കൂടി ചേർത്ത് നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം. അങ്ങനെ ചട്ടിയൊക്കെ ചൂടായി ഇതിലെ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ച പാവയ്ക്കേൻ്റെയും സവാളേൻ്റെയും മുളകിൻ്റെയും കൂടിയുള്ള കൂട്ട് ഇതിനകത്തേക്ക് ഇറക്കാം. നന്നായി ഒന്ന് ഇളക്കി മറിച്ച് തിരിച്ചിടണം. ഫ്ലേവർ എല്ലായിടത്തും എത്തണം. ഒരറ്റവും മിസ് ചെയ്യാൻ പാടില്ല. ഈ പാത്രത്തിലെ വെള്ളം നല്ലോണം വറ്റിപ്പോകുന്നതിന് മുന്നേ വാങ്ങി വെച്ചിട്ടാണ് ഈ കൂട്ടെല്ലാം കൂടി ചേർത്തത്. നമ്മൾ ശ്രദ്ധ അങ്ങോട്ട് മാറാൻ പാടില്ല കുക്ക് ചെയ്യുമ്പോൾ. അതാണ് ഇതിനകത്ത് മെയിൻ. ഇനിയിപ്പോൾ വേവാനായിട്ട് ഇങ്ങനെയൊന്ന് തട്ടിപ്പൊത്തി വെക്കാം. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് 2 ഇളക്കൊക്കെ ഇളക്കി കഴിയുമ്പോഴത്തേനും പാവയ്ക്കൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ടാവും. ഇതിനകത്തേക്ക് ഇനി ഇതിൽ ഉപ്പ് കുറച്ച് കുറഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് ഉപ്പ് കുറച്ചും കൂടി ചേർക്കുന്നുണ്ട്. ഒരു പ്രത്യേക സൈസ് വാസന കേട്ടോ ഇതിന്. അങ്ങനെ വെള്ളമെല്ലാം വറ്റി സെറ്റായി വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇച്ചിരി കൂടെ കഴിഞ്ഞാൽ കരിഞ്ഞു പോകുന്നുള്ള അവസ്ഥയാണ്. പക്ഷേ അതിന് മുന്നേ നമ്മൾ വാങ്ങി വെക്കും. ഇനിയിപ്പോൾ ഇത് വാങ്ങി വെച്ച് കടുക് പൊട്ടിക്കാനുള്ള ചട്ടി വെക്കാൻ സമയം. പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി കൂട്ട് ഇതിനകത്തേക്ക് ചേർക്കാം. ഒന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞാൽ നേരത്തെ വാങ്ങി വെച്ച പാവയ്ക്കൊക്കെ ഇതിനകത്തേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മറിച്ച് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാവയ്ക്ക ചെമ്മീൻ തോരൻ സെറ്റായിട്ടുണ്ട്. എനിക്കിനിയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കഴിക്കാൻ പോവുകയാണ്. ഇതിന് കഴിച്ച് കാണിച്ചിട്ട് സൂപ്പറാണ്, അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. കഴിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പറയും ഇത് സൂപ്പറാണ്. കാരണം അതങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. ഇതിപ്പോൾ എവിടെ ഇടുക ആകെ കൺഫ്യൂഷനായല്ലോ. കുറച്ചുകൂടെ ഇവിടെ